ഇത് 17, 18, 19 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രദേശത്തേക്ക് വരിക. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പെൽ മഴ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. അതുകൊണ്ടാണ് നാളത്തേക്ക് മഴ, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ യെല്ലോ അലേർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് നാളത്തേക്കും കുറച്ച് എന്താ പറയുക നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് സ്കൂളുകൾക്കൊന്നും തന്നെ കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലടക്കമുള്ള വിവിധ ജില്ലകളിലെ വിവിധ സ്കൂളുകൾക്ക് 14ഓളം ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയുള്ള ഒട്ടുമിക്ക തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ അടുത്ത 3 മണിക്കൂറിൽ ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ ഒരു മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 16, 17, 18 തീയതികളിൽ സംസ്ഥാനത്ത് കാത്തിരിക്കാൻ പോകുന്നത് സംസ്ഥാനം രൂക്ഷമായ മഴയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് IMD ഡയറക്ടർ നിത കെ ഗോപാൽ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. റഡാർ ചിത്രം അടക്കമുള്ളവ വ്യക്തമാക്കിക്കൊണ്ടാണ് നിത കെ ഗോപാൽ IMD ഡയറക്ടർ പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ വരാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണത്തിലേക്ക് ഒന്ന് പോകാം. നമുക്ക് 17, 18 തീയതികളിൽ ഒരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. അത് ഈ ആനിമേഷനിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഉള്ള ഈ സിസ്റ്റം ആണ് ഈ കാണുന്ന അതിൻ്റെ ക്ലൗഡ് കാണുന്നത്. അതിൻ്റെ പുറകെ വരുന്ന ഈ ഒരു സിസ്റ്റം ഇത് 17, 18, 19 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രദേശത്തേക്ക് വരിക. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പെൽ മഴ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതും രണ്ടാമത് വരുന്ന ഒരു സിസ്റ്റം നമുക്ക് ഈ തെക്കൻ മധ്യ കേരളത്തിൽ ആയിരിക്കുമോ അതോ വടക്കൻ കേരളത്തിലേക്ക്? അത് നമ്മുടെ ഈ കാലവർഷത്തിൻ്റെ, അതായത് വടക്ക് കിഴക്കൻ കാലവർഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ആന്ധ്രയുടെ തെക്ക് ഭാഗം, തമിഴ്നാട്, കേരളം, തെക്കൻ കർണാടകം ഈ ഭാഗങ്ങളിലാണ് സാധാരണ ഈ മൺസൂൺ കാലം അഫക്റ്റ് ചെയ്യുന്നത്. മഴ കൂടുതൽ കിട്ടുന്ന ഈ ഭാഗത്താണ്. അത് കേരളത്തിൽ തന്നെയും മധ്യ ജില്ലകളിലും തെക്കൻ ജില്ലകളിലുമാണ് ഈ കാലവർഷകാലത്ത് കൂടുതൽ മഴ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി. ഇനി 17-ാം തീയതി മഴ തുടങ്ങും. 18, 19 ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ മഴ എന്നുള്ളത്. അത് ഈ സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടേക്കും. ഇപ്പോൾ ഈ സിസ്റ്റം ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. അതുകൊണ്ടാണ് നാളത്തേക്ക് മഴ, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ യെല്ലോ അലേർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് നാളത്തേക്കും കുറച്ച് എന്താ പറയുക നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നാളേക്ക് ഇന്ന് പെയ്ത് തീരേണ്ട മഴ കുറച്ച് നാളേക്കും കൂടെ സ്പിൽ ഓവർ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നാളേക്ക് നമുക്ക് ഈ ഓറഞ്ച് അലേർട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങോട്ടേക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതും അതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടാണ് എന്നായിരിക്കും കൃത്യമായിട്ട് മഴ വരുന്നത്. ഇപ്പോൾ നാളെ മുതൽ ഗ്രാഫിൽ ഈ 5ാമത്തെ ദിവസം നമുക്ക് യെല്ലോ അലേർട്ട് കാണാൻ പറ്റും. സംസ്ഥാനത്ത് വരുന്ന 4 ദിവസമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടേക്കാം. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. കേരള തീരത്ത് മീൻ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കി. കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തമിഴ്നാട് അതിർത്തി മേഖലകൾ ഉൾപ്പെടെ ഉടുമ്പൻചോല താലൂക്കിൽ കനത്ത മഴയും കാറ്റും. വ്യാഴാഴ്ച രാത്രി മുതൽ തുടങ്ങിയ മഴ ശമനമില്ലാതെ വെള്ളിയാഴ്ചയും തുടർന്നു. പട്ടം കോളനി മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ, രാമക്കൽമേട്, ബംഗ്ലാദേശ് കോളനിയിലും വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി. കല്ലാർ പുഴ കരകവിഞ്ഞു തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം 4 കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പട്ടം കോളനി മേഖലയിലാണ്. ചെറു അരുവികളും പുഴകളും കരകവിഞ്ഞതോടുകൂടി ഗ്രാമീണ റോഡുകളും പാലങ്ങളും ഒക്കെ തന്നെ വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. ചെന്നൈ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തിരുവണ്ണാമലൈ, അതുപോലെ തന്നെ ശ്രീപെരുമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്ത് നദികൾ കരകവിഞ്ഞൊഴുകി. വിവിധ ഇടങ്ങളിൽ റോഡുകൾ തകർന്നതോടുകൂടി ഗതാഗതം തടസ്സപ്പെട്ടു. തിരുനെൽവേലി,
തെങ്കാശി, അച്ചൻകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ അപകട മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡിസംബർ 16 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മഴ ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചെന്നൈയിലും സംസ്ഥാനത്തെ ഉൾപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ കന്യാകുമാരി തീരത്തേക്ക് നീങ്ങിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ ന്യൂനമർദ്ദം ദുർബലമാകുമെന്നാണ് പ്രവചനം. എന്തായാലും ഈ IMD ഡയറക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് വരുന്ന 3 ദിവസങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം വേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ജാഗ്രത പാലിക്കുക, പ്രവചനങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയും കണക്കിലെടുക്കുകയാണ്.